ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഇന്നലെ ഞാനിട്ട വീഡിയോക്ക് നല്ല അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല കമൻസും കാര്യങ്ങളും കണ്ട് ഒരുപാട് സന്തോഷിച്ചിട്ടോ. അല്ലെങ്കിലും നമ്മളെ കാറ്ററിംഗ് വീഡിയോസ് കാണുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം കമൻറ്റ് ബോക്സിൽ തന്നെ പറയലുണ്ട് നിങ്ങളെ കാറ്ററിംഗ് വീഡിയോ കാണുന്നത് ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എന്തായാലും നല്ല കമൻറ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അതേപോലെ ഒരു നെഗറ്റീവ് കമൻറ്റും ഉണ്ടേനും. എന്നാലും ഒരുപാട് ആൾക്കാർ നല്ലത് പറഞ്ഞിട്ട് ഒരാൾ മാത്രമല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമൊക്കെ തോന്നും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമൻറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ കഷ്ടപ്പാട് ഒരിക്കലും വീഡിയോയിൽ പറയലില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണിത് എന്നുള്ള കാര്യം ഞാൻ പറയലുള്ളൂ. പിന്നെ എന്നാൽ ഞാൻ ഈ കാറ്ററിംഗ് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് വീട്ടമ്മമാർ ഇതുപോലെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാണ് ഇതേപോലെയുള്ള കാറ്ററിംഗ് വീഡിയോസൊക്കെ നമ്മൾ ഇടുമ്പോൾ. ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പം അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെയാണ് എല്ലാ വീഡിയോസിലും പറയാറ്. അപ്പോൾ റേറ്റും കാര്യങ്ങളും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയലുമുണ്ട്. അതേപോലെ ഓർക്കൊരു പ്രചോദനമാണെന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം നിങ്ങളെ വീഡിയോ കാണുന്നത് മനസ്സിനൊരു സുഖമാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്, നല്ലൊരു മോട്ടിവേഷനാണ് എന്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാനും അതേപോലെ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇതിൽ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ വിചാരിക്കണവർക്ക് അങ്ങനെ വിചാരിക്കാം, അല്ലാതെ ഇപ്പം എന്താ പറയാല്ലേ. ഇന്നെ ആരും നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കല്ല. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലിയാണ്. എനിക്ക് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഫുഡിന് ഓർഡർ കിട്ടുമ്പം എനിക്ക് പറ്റണ സമയമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സമയത്ത് ഫുഡിന് ഓർഡർ വന്നാൽ എനിക്ക് കൂടൂല, അങ്ങനെ തന്നെ പറയാറ്. അല്ലാതെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ എന്താ ഒരു പറയണ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്കതിന് പൈസയും കിട്ടും. ഞാനല്ലാതെ ഫ്രീ ആയിട്ടൊന്നും ആർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണില്ല. പക്ഷേ ആ കമൻറ്റിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾ പറയണേട്ടാ തോന്നുന്നു നിങ്ങൾ ഫ്രീ ആയിട്ടാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ. പക്ഷേ കുഴപ്പമില്ല, പറയണവരെന്തും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോകും. ആ വീഡിയോക്ക് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തോന്നിയതാവും, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഷെരീഫത്ത വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് കാണിച്ചു തന്നതാണ്, മോളെ ഈ കമൻറ്റ് കണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു. പിന്നെ ഞാൻ നോക്കി, എനിക്ക് സ്ക്രീൻഷോട്ട് വിട്ടന്നപ്പോൾ പിന്നെ ഞാൻ നോക്കി, ഞാൻ അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരലെന്നല്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇതേപോലെ ഓരോന്നോ രണ്ടെണ്ണൊക്കെ ആയിട്ട് അങ്ങനെ വരലുണ്ട്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു ദേഷ്യമല്ല കേട്ടോ അവരോട്. പിന്നെ ചെറിയൊരു വിഷമം തോന്നിയിട്ടുണ്ടായിന്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അത് ഞാൻ ചിലപ്പോൾ പറയലുണ്ട് വീഡിയോയിൽ. അതിപ്പോൾ നിങ്ങൾക്ക് അറിയും ചെയ്യൂലേ. അല്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വിട്ടുതരുമൊന്നുമല്ല. എനിക്ക് എൻ്റെ കണ്ടൻറ്റാണ്. ഞാൻ കാറ്ററിംഗ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിമൊന്ന് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ ഇന്നലെ ഞാൻ ഉറക്കൊഴിച്ചുണ്ടാക്കിയ ഫുഡാണെന്ന് പറയാൻ കാരണം ഞാൻ ഉറക്കൊഴിച്ചുണ്ടാക്കിയ ഫുഡ് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ തമ്മിൽ കൊടുത്തു. അതിനിപ്പോൾ എന്താ, എനിക്കിപ്പോൾ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചില യൂട്യൂബർമാരൊക്കെ എന്തൊക്കെയാ തമ്മിലൊക്കെ എഴുതി കൊടുക്കുക, നമ്മൾ ആ തമ്മിലൊക്കെ വായിക്കുമ്പോൾ വിചാരിക്കും എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെന്ന് നോക്കും. അപ്പം ആ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. പക്ഷേ നമ്മൾ സത്യസന്ധമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഒരു പർച്ചനായിട്ട് ആയിക്കോളും, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ എന്നെ വെളുപ്പിക്കുമല്ല കേട്ടോ. ഇനിയിപ്പം അത് പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതാവണ്ട. അപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ച് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുകയെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മരത്തിൻ്റെ അച്ചും അതേപോലെ ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റുകളും എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങണ കടയിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നൂൽപുട്ടിനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയലുണ്ട്, ഞാൻ നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ തിളക്കണേൻ്റെ മുന്നേ ഒരു ചെറിയ കുമിളകൾ ഇങ്ങനെ വരുമല്ലോ വെള്ളത്തിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കും. അങ്ങനെ ആ ഒരു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഒരാൾ കുറച്ച് മുന്നേ അങ്ങനെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന്, നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനത്തെ ചൂടുള്ള വെള്ളം കൊണ്ട് മാവ് കുഴച്ചിട്ട് എനിക്ക് നൂൽപുട്ടിൻ്റെ അച്ചിന്ന് പീച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ ചൂട് നോക്കേണ്ടത് കേട്ടോ.
ഇതിപ്പോൾ ഞാൻ വീട്ടിൽ അരി കഴുകി പൊടിച്ചെടുക്കണതാണ്. ഞാൻ ഇനി പൊടിക്കുന്ന സമയത്ത് കാണിക്കണ്ട് കേട്ടോ. അരിപ്പൊടി ഇപ്പം എൻ്റെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി ഉണക്കുന്ന സമയത്ത് ഞാൻ കാണിക്കണ്ട്. കാണിക്കാൻ മാത്രമൊന്നുമില്ല, നമ്മൾ പച്ചരി കഴുകി ഉണക്കി അത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചു കൊണ്ടുവരിക. പിന്നെ അത് വറുക്കൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊക്കെ വറുത്ത് വരുന്ന പൊടിയേക്കാരം. അപ്പോൾ അത് നല്ല തിളച്ച വെള്ളം തന്നെ ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനത്തെ പൊടി ഇതേപോലെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കേട്ടോ, മാവ് കുഴക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അരിപ്പൊടി ഇങ്ങനെയാണ്. ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് നമുക്ക് കിട്ടും ചെയ്യും. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന നിങ്ങൾ കാണലുണ്ടല്ലോ, നല്ല സോഫ്റ്റ് തന്നെ, നല്ല സോഫ്റ്റ് ആയിക്കാരം കേട്ടോ നമ്മളെ നൂൽപുട്ട്. അപ്പോൾ ഇനി നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ, വറുത്ത് വരുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചൂട് വേണ്ടി വരും. അപ്പം ഇനി ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നൂൽപുട്ട് നന്നായി കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ പ്ലേറ്റിന് എത്ര റേറ്റ് എന്നും അറിയില്ല, അതും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് തന്നെ ഒരു 7 വർഷമൊക്കെ ആയില്ലേ. അപ്പോൾ 2019 കേട്ടോ നമ്മൾ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പാത്രങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, അങ്ങനെ അന്ന് ഉമ്മിപ്പൊക്കെ വാങ്ങി തന്നതാണ് കേട്ടോ എനിക്ക് ഈ പാത്രങ്ങൾ. അപ്പോൾ ഒരുപാട് വർഷങ്ങളായില്ലേ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്തായാലും നൂൽപുട്ടിൻ്റെ അച്ഛന് വലിയ റേറ്റ് ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു കേട്ടോ. 135 അങ്ങനെ എത്രയോ ഉള്ളൂ, 100 സംതിങ് ഒക്കെ ഉള്ളേന്. ഇനിയിപ്പോൾ എത്രയാണെന്നൊന്നും അറിയില്ല. പിന്നെ അതേപോലെ ഈ മരത്തിൻ്റെ അച്ഛൻ നമ്മൾ വാങ്ങി അപ്പം തന്നെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് ഇതേപോലെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കി ആവുമ്പോൾ നല്ല ഈസി ആയിട്ട് വരും. ഇപ്പോൾ ഞാനിതിൽ മാവിട്ട് കൊടുത്താണ്ട് ഇത് പീച്ചെടുക്കണ നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ വീഡിയോ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേത് നമുക്ക് കൈയൊക്കെ വേദനിക്കും. ഞാനൊക്കെ ആദ്യം കുറേ മുന്നേയൊക്കെ നൂൽപുട്ട് ഉണ്ടാക്കിയതൊക്കെ എനിക്ക് ഓർമ്മ വരും. ഭയങ്കര ബുദ്ധിമുട്ടായി. ഇതേപോലെ പീച്ചെടുക്കാനായിട്ട് കഴിയൂല, ആ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോരുമില്ല. ലാസ്റ്റ് അടയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാലങ്ങളൊക്കെ നമ്മളിത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഇപ്പം കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതെന്തോ അങ്ങനെ തന്നെ നമ്മൾ ഉണ്ടാക്കി ആവുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ശീലമാവും. പണ്ടുള്ളവർ പറയുന്ന പോലെ നമ്മളമ്മമാരെ വയറ്റിൽ നിന്നൊന്നും പഠിച്ചു പോരുന്നല്ലോ, ഒക്കെ നമ്മൾ കണ്ടും കേട്ടും അങ്ങനെ പഠിക്കണതല്ലേ. അങ്ങനെ നൂൽപുട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചായ ഉണ്ടാക്കുന്ന പൊടി എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന്. ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ, ഇത് നമ്മളെ ബാബുവിൻ്റെ കടയ്ക്ക് കൊണ്ടുവന്നതേനും. കടയിൽ മെഷീൻ ചായ ഉണ്ടാക്കൂലേ, അങ്ങനെ മെഷീൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതേനും കേട്ടോ. അപ്പോൾ ഇതിൽ ഷുഗർ ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ മധുരമില്ലാത്ത ചായ ചോദിക്കുമ്പോൾ അവർക്ക് അത് കൊടുക്കാൻ കഴിയില്ല. അപ്പം ഈ ഒരു പൊടി അങ്ങനെ ബാബു കടയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതേനും. പിന്നെ ഒരു ഷുഗർ ഇല്ലാത്ത, പഞ്ചസാര ഇല്ലാത്ത പൊടി വാങ്ങിയതാണ് പറഞ്ഞിട്ടോ. അപ്പം അങ്ങനെ കിട്ടിയതാണ് എനിക്ക്. ഞാൻ ബാബുവിനോട് ചോദിച്ചിട്ട് പറയുന്നുണ്ട് ഇത് എവിടുന്നാണ് വാങ്ങുക എന്താണെന്നൊക്കെ ഉള്ളത്. എനിക്കിപ്പോൾ ഇതൊരു സുഖമായിക്കണം കേട്ടോ. വെള്ളം തിളപ്പിക്കുക, പിന്നെ അതിക്ക് ഈ പൊടി എത്ര ഗ്ലാസ് ചായ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത്ര സ്പൂണ് പൊടി ഇട്ട് കൊടുക്കുക. സുഖമാണ്, പെട്ടെന്ന് ചായ ആവും. അത് അരിക്കാനും നിൽക്കണ്ട, പാലും ഒഴിക്കണ്ട, ഒന്നും വേണ്ട. പാൽപ്പൊടിയും പഞ്ചസാരയും പിന്നെ എല്ലാം ആയി തന്നെ ഉണ്ടാവും, ചായപ്പൊടിയും ഒക്കെ ആയി തന്നെ ഉണ്ടാവും. അരിക്കും കൂടി വേണ്ട. ഞാൻ കുടിക്കലില്ല കേട്ടോ, എനിക്ക് പറ്റൂല. ഷുഗർ ഉള്ളതുകൊണ്ട് നമുക്ക് മധുരമുള്ളത് കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ കുടിക്കലില്ല. ബാബുവിനും ഐഫക്കുട്ടിക്കും ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ അങ്ങനെ നൂൽപുട്ട് ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ടേനും. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ആവിയാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആട്ടോ നമ്മുടെ നൂൽപുട്ട്. നമ്മൾ നല്ല തിളച്ച വെള്ളമൊന്നും എടുത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണ്. അപ്പം ഓരോ ട്രിപ്പ് ഞാൻ അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നൂൽപുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അന്ന്. എനിക്ക് നല്ല സുഖം കേട്ടോ, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ആദ്യം 6 പ്ലേറ്റിലും അങ്ങോട്ട് പീച്ച് വെക്കും, എന്നിട്ട് 3 എണ്ണം വേവിക്കാൻ വെക്കും. ആ സ്റ്റാൻഡുമ്മൽ 3 പ്ലേറ്റേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെന്ത് വരുമ്പം പിന്നെ അത് പുറത്തേക്കാണ് എടുത്തിട്ട് മറ്റേതായിക്കാണ് വെച്ച് കൊടുക്കും. പിന്നെ അത് ആ നൂൽപുട്ടയിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അതിൽ പീച്ച് വെക്കുമ്പോഴത്തേന് മറ്റേ വെന്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നൂൽപുട്ടിൻ്റെ പരിപാടി കഴിയും കേട്ടോ. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അതേപോലെ തേങ്ങാപ്പാലിലൊക്കെ മുക്കി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കുക, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ പാർട്സ് ഉണ്ടായിന് ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ നേരത്തെ തന്നെ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് നല്ലോണം ക്ലീൻ ആക്കണം. അതിൻ്റെ ഉള്ളിൽ ഈ ഹാർട്ടൊക്കെ ഉണ്ടാവില്ലേ, ഹാർട്ടിൻ്റെ ഉള്ളിൽ നല്ലോണം ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിയോണ്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ബ്ലഡൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം, എന്നാലേ ഇത് കറി ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ബ്ലഡിൻ്റെ ചുവയൊക്കെ ആ കറിക്ക് വരും. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴുകി ചൂടുവെള്ളം കൊണ്ടൊക്കെ 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് ഇത് കുക്കർക്ക് ഇട്ട് കൊടുത്തത്.
വെള്ളം ചോരാൻ വെച്ചിന്. വെള്ളം ചോർന്നതിന് ശേഷം കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ആണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് കുരുമുളക് ഇട്ടുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, മുളക് പൊടി ഇടുന്നില്ല. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, പിന്നെ മല്ലിപ്പൊടി, അതേപോലെ പെരിഞ്ജീരകപ്പൊടി, പിന്നെ എന്താ ഇട്ട് കൊടുത്ത്, പിന്നെ ഗരം മസാല കേട്ടോ, ഗരം മസാലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, ഉപ്പ് ഇട്ട് കൊടുത്ത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുത്ത്, വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇന്ന് പൊടിഞ്ഞ് വരും. അപ്പോൾ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തോളും. പിന്നെ ഇത് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തൊക്കെയാ വെച്ചാൽ ഇതിലെല്ലാം 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. റാഗി ഉണ്ടല്ലോ, മുത്താറി, ചോളാണ്ടി ഒക്കെ പറയും. അപ്പോൾ അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ഗോതമ്പ്, പിന്നെ 2 സ്പൂണ് ഉഴുന്നും. അതൊക്കെ കൂടെ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കണം. ഗോതമ്പ് പൊതിർന്ന് കിട്ടണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. ഉഴുന്നും അതേപോലെ പിന്നെ റാഗിയൊക്കെ പെട്ടെന്ന് തന്നെ കുതിരും. പക്ഷേ ഗോതമ്പ് കുതിർന്ന് കിട്ടാൻ ഗതികേടാണ്. അപ്പോൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിടണം കേട്ടോ. അങ്ങനെ അത് ഞാൻ കഴുകിയാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഉപ്പിട്ട് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ഉപ്പ് കയറിക്കണോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ അതിന് എടുക്കണുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഈ റാഗിയും ഇതൊക്കെ ആകുമ്പോൾ വല്ലാതെ അങ്ങോട്ട് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്കിപ്പം അരി ഭക്ഷണം വല്ലാതെ കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഉപ്പും കൂടി കയറിയാൽ പിന്നെ കഴിക്കാനും തോന്നൂല. അങ്ങനെ കുറച്ച് ഉപ്പ് ഞാൻ കൈ കൊണ്ടുവന്ന് മാറ്റി. പിന്നെ എന്താ ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മടിയേനി ആദ്യമൊക്കെ എനിക്കായിട്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ. ഇപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടോ. കാരണം നമ്മളെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണമല്ലോ. നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റാത്തുണ്ടെങ്കിൽ നമ്മൾ ഓർക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളെ കാര്യം നമ്മൾ നോക്കുന്നല്ലോ. ഞാൻ അങ്ങനെ കേട്ടോ, എന്നെ തീരെ നോക്കൂലേനും. ഇപ്പോൾ പിന്നെ എനിക്കായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഷുഗറും നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നോർമൽ തന്നെയാണ്. മറ്റേത് ഫാസ്റ്റിങ്ങിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ 205ഉം 210 ഒക്കെ ഉണ്ടായിന്. ഇപ്പോൾ ഫുഡും കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതേപോലെ ആയുർവേദ മരുന്നും ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ 1 മാസം ആയി തുടങ്ങി നമ്മൾ മരുന്ന് വാങ്ങിച്ചിട്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഒരു 2-3 മാസം തന്നെയും കുടിക്കണം. അങ്ങനെ കുടിച്ചിട്ട് പിന്നെ ഡോക്ടർ പറയും മരുന്ന് നിർത്താൻ പറയുന്ന സമയത്തേ നിർത്താൻ പറ്റുള്ളൂ. അവിടേക്ക് പോണ കാര്യമാണ്, ഒരുപാട് ദൂരമാണ്. കൊയിലാണ്ടി എന്നൊക്കെ പറയട്ടോ. നമ്മളെ ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ഉണ്ടാവുമെന്നില്ലെന്ന് പറയില്ല. മരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഷുഗർ വരുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് മരുന്നിൻ്റെ ഡീറ്റെയിൽസ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ലാതെ പറയാത്തത് കേട്ടോ. എൻ്റെതാണ് മാറി കഴിയട്ടെ എന്നിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് മരുന്നിന്. അപ്പോൾ അത്രയും റേറ്റൊക്കെ കൊടുത്ത് മരുന്ന് വാങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ ചീത്ത പറയില്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഈ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഷുഗർ വരുമോ, എങ്ങനെയാണ്, പണ്ടത്തെ പോലെ തന്നെയാണോ അല്ലേ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ദോശ ഞാൻ ചുട്ടെടുത്ത് പിന്നെ ഞാൻ ചോറ് വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് തന്നെ. അപ്പോൾ ഇതാട്ടോ നമ്മളെ ചിക്കൻ പാർട്സ് കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ തൂമിക്കൊന്നും ചെയ്യണില്ല. നല്ലോണം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ തൂമിക്കൊന്നും ചെയ്യണില്ല. അപ്പോൾ കുരുമുളക് ഇട്ടുകൊണ്ട് വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ അത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ചില ആൾക്കാർക്ക് നല്ല ഇഷ്ടമായി. കാരണം എൻ്റെ ആങ്ങളക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ കൊണ്ടുവന്നാൽ അതിൽ ലിവറോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ വേവിച്ചോ അത് ഒറ്റക്ക് എടുത്തുകൊണ്ട് വേവിച്ചാണ്ട് കഴിക്കും. ഇവിടെ എൻ്റെ ബാവുനും റിച്ചുവിനും പറ്റൂല കേട്ടോ. അപ്പോൾ അവർക്ക് ഇതിൽ വേറെ കഷ്ണങ്ങളുണ്ട് കേട്ടോ, ഈ കഴുത്തിൻ്റെ കഷ്ണങ്ങളോ അങ്ങനത്തെ ഒക്കെ. നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ പാഴ്സൊന്നും നമ്മൾ അതിൽ ഇടൂല. പാഴ്സൊന്നും ഇല്ലാതെ നല്ല ചിക്കൻ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ 3 കിലോനാണ് പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ആ 3 കിലോ ഇറച്ചിയായിട്ട് തന്നെ വാങ്ങിക്കും. ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വേറെ കവറിൽ വേറെ ഒരു തരും നമുക്ക്. ഓരോട് നമ്മൾ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ വേറെ തരും. അപ്പോൾ അത് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് എടുക്കും. അങ്ങനെ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം കൂട്ടിയാണ്ട് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ റാഗി ദോശ എടുത്തിക്കണ്. പിന്നെ എനിക്ക് ഞാൻ പാലൊക്കെ പറന്ന് മധുരമില്ലാത്ത ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ പാർട്സ് കറിയും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ടോ. ഇങ്ങനെ ചിക്കൻ പാർട്സ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലോണം പോകും കേട്ടോ. ഇത് ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ടാണ്ട് അങ്ങനെ കഴിക്കും.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇക്ക് ഞാൻ അരി കഴുകി കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ പുഴയ്ക്ക് പോകണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ പണിയൊക്കെ വേഗം കഴിക്കട്ടെ. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. പൈഫക്കുട്ടി കുറിച്ചൊന്നും മദ്രസ ഇല്ലല്ലോ വെള്ളിയാഴ്ച. അപ്പോൾ കുറേ നേരമായിട്ട് എന്നോട് പറയൽ തുടങ്ങിയിട്ട് പക്ഷേ നമുക്ക് പുഴയ്ക്ക് പോകണം കേട്ടോ. ഇന്നലെ പറയും, തലേ ദിവസം പറയും നാളെ നമുക്ക് പുഴയ്ക്ക് പോകണം കേട്ടോ എന്ന്. അപ്പോൾ പുഴയ്ക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകും വേണം. വെയിലായാൽ ബാബും പോകാനായിരിക്കില്ല, ചീത്താറിയിട്ടോ. നല്ല വെയിലാവുമ്പോഴേ കുട്ടികൾക്ക് പനിയും തലവേദനയൊക്കെ ഉണ്ടാവും. എണ്ണ ഇട്ടാണ്ട് പുഴയിലാണ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ നിന്നാണ് കയറൂല. എൻ്റെ അലക്കിൽ കയ്യോളം ഉണ്ടാവും വെള്ളത്തിൽ തന്നെ ഇക്കാരം. അപ്പോൾ എന്തായാലും പാത്രങ്ങളുണ്ട് കഴുകാൻ. അപ്പം ഇനി ചോറ് വേകുമ്പോൾ തന്നെ പാത്രം കഴുകുക. അപ്പം പാത്രം കഴുകൽ കഴിയുമ്പോൾ തന്നെ ചോറ് വേവും. അതിൻ്റെ ഇടയിൽ മുറ്റടിച്ചു വാരും. അങ്ങനെ അതൊക്കെ തന്നെ കേട്ടോ എനിക്കുള്ള പണി. പിന്നെ അകടിച്ചു വാരലും തുടക്കലും ചിഞ്ചുമോളും മഞ്ചുമോളുമാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ തന്നെ ചെയ്യും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഓല ഒറ്റക്കാക്കിയിട്ട് ആക്കിയാലും ആവില്ല, മുക്കും മൂലൊന്നും നമ്മൾ ചെയ്യണ പോലെ ആവില്ല. അപ്പോൾ ഇന്ന് ഓല ദിവസമാണ് കേട്ടോ. ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ ചെയ്യും. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓല തന്നെയാണ് ചെയ്യൽ. അപ്പോൾ എന്തായാലും പാത്രം ഉണ്ട് കഴുകാൻ. അപ്പോൾ വേഗം പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പാത്രങ്ങളും ഓരോ പാത്രങ്ങളൊക്കെ അവനാൻ കഴിച്ച പാത്രങ്ങളൊക്കെ അവനാൻ കഴുകി വെക്കും. പിന്നെ എനിക്ക് കുക്ക് ചെയ്ത പാത്രങ്ങളും അങ്ങനെയുള്ളതൊക്കെ തന്നെ പിന്നെ കഴുകാണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വീട്ടിലുണ്ടോ ഈ ജാതി സാധനങ്ങൾ? ഗ്ലാസ്സിൽ എന്തൊക്കെയോ കുത്തിക്കലക്കി ഫ്രിഡ്ജിൽ വെക്കാണ് കേട്ടോ. എന്നുള്ള പരിപാടിയാണിത്. ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാരയും എന്തെങ്കിലും ഈ പിസ്തേ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്കോഷോ ഒക്കെ എടുത്തിട്ട് ഗ്ലാസ്സിൽ മധുരം ഇട്ടാണ്ട് അങ്ങനെ കൊണ്ടുപോയാണ്ട് വെക്കും കേട്ടോ. എന്നിട്ട് തണുപ്പിച്ചാണ്ട് ഐസും കട്ടയാക്കിയാണ്ട് അങ്ങനെ എമ്പി കുടിച്ച് നടക്കും. ഇപ്പോൾ ഏതായാലും കഫക്കെട്ടൊന്നും വല്ലാതല്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അതുണ്ടാക്കട്ടെ ഇതുണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കിക്കോറി ഞാൻ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ചീത്തയും കിട്ടും എൻ്റെ അടുത്തുനിന്ന്. കാരണം ഇവിടെ കിച്ചണൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് പോയതേക്കാരം. പിന്നെ വരുമ്പോഴത്തേന് ആകെ അൽക്കുൽക്കാക്കി ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഉറുമ്പും വരും, പാൽപ്പൊടി അതും ഇതൊക്കെ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ്. അപ്പോൾ നല്ല മധുരമുണ്ട്. ഞാനാണെങ്കിൽ കുടിച്ചും ചെയ്തിട്ട് ഒരു മുറുക്ക് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എനിക്ക് വേറെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഉപ്പിട്ടാണ് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരും. അതൊക്കെ ചെയ്യും. അപ്പോൾ മാങ്ങ കൊണ്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കി തരേണ്ടതെന്ന് പറഞ്ഞാണ്. ആ പുഡിങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുഡിങ്ങിൻ്റെ റെസിപ്പി നമ്മളെ സെക്കൻഡ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം മാങ്ങൻ്റെ സീസണല്ലേ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടി. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അത് മതി ഇന്ന് ഉച്ചക്കൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പുഴയ്ക്ക് പോന്നിട്ടുണ്ട്, ഞാനും ഐഫക്കുട്ടിയും റിച്ചും. പുഴയിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടാവലുണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കലക്കൊക്കെ ഉണ്ടായിന്. മലക്ക് മഴ പെയ്യണമെന്ന് പിറ്റേ ദിവസം പുഴയിൽ അങ്ങനെ ചെറുതായിട്ട് കലക്കൊക്കെ ഉണ്ടാവും വെള്ളത്തിന്. ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. അപ്പം 2 ദിവസമായിട്ട് വല്ലാതെ മഴയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുഴയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും വരാനേ തോന്നുള്ളൂ. കാരണം നല്ല ഉരള്ള കല്ലാണ്. അതേപോലെ എത്ര അലക്കാണ്ടെങ്കിലും പറയുമ്പോഴത്തേന് നമ്മൾ അലക്കണ പരിപാടി കഴിയും. നല്ല വൃത്തിയിൽ അലക്കി പോവാം. പിന്നെ ഐഫക്കുട്ടി കുറിച്ചുനും പുഴയ്ക്ക് പോരുകയെന്ന് പറഞ്ഞാൽ ഓല ബീച്ചാണ് കേട്ടോ പുഴ. ഓൽക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴയ്ക്ക് പോരുന്നത്. പിന്നെ നമ്മളിവിടെ അങ്ങനെ ഇവിടെ ഒന്നും ആഴമൊന്നുമില്ല കേട്ടോ. ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയും പേടിച്ചിട്ടാണ് അറിയാം, പിന്നെ ഒഴുക്കുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പേടിച്ചിട്ടാവും അങ്ങനെ പറയാറുണ്ട്. അപ്പം ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുട്ടികളായിട്ട് നമുക്ക് വരുന്നതിന് ഒരുപാട് ആൾക്കാർ അലക്കി കുളിച്ച് പോണ സ്ഥലമാണ്. ഇവിടെ ഒന്നും അങ്ങനെ ആഴവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഇല്ല, ഇനിയിപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും, നല്ല ഒഴുക്കും ഉണ്ടാവും. അപ്പോഴൊന്നും നമ്മൾ പുഴയ്ക്ക് പോരൂല കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. പോരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ചെയ്യും. അപ്പം എനിക്ക് അലക്കാനുള്ളതും ഉണ്ടെങ്കിൽ അങ്ങനെ ഓലയും കൊണ്ട് പോരുന്നതാണ്. മറ്റവർക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ അങ്ങനത്തെ പൂതിയൊക്കെ ഉള്ളൂ. ഇവർക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. മദ്രസ് രാവിലെ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഓലയും കൊണ്ട് അധികം പോരല്. മദ്രസ് വിട്ട് വരുമ്പോൾ തന്നെ നല്ല വെയിലാവും. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അലക്കാനൊക്കെ ഗതിയാണ് കേട്ടോ. അപ്പം തന്നെ സമയം 8:45 കഴിക്കണം കേട്ടോ. എന്നാലും 1 മണിക്കൂർ, ഒരു 8:45, ഒരു 9:45, 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ വീട്ടിലെത്തും. അത് ഞാൻ ഒറ്റയ്ക്ക് പോരുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ അലക്കലൊക്കെ കഴിഞ്ഞാണ്ട് അങ്ങനെ പോകും. പിന്നെ നമ്മൾ വണ്ടിമേലല്ലേ പോരുന്നത്, നടന്നൊന്നുമല്ലല്ലോ. കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ ഓല ചാട്ടൊക്കെ കഴിഞ്ഞാണ്ട് പോകുമ്പോൾ നേരം കുറച്ച് വൈകുന്നുള്ളൂ കേട്ടോ. ഈ പുഴ കാണുന്നതും അതേപോലെ കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അലക്കാൻ വരുന്ന സമയത്ത്
ആൾക്കാരുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ മടിയാണ്. ഇന്നിപ്പോൾ ആരുമില്ല കേട്ടോ, ഞാനും ഐഫക്കുട്ടി റിച്ചും തന്നെ ഉള്ളൂ. അപ്പം റിച്ചും എടുത്തന്നാണ് വീഡിയോ. ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ഒരുക്കും മടിയാണ്, എനിക്കും മടിയാണ്. അപ്പം ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ സ്വന്തമാണ് കേട്ടോ പുഴ. അങ്ങനെ അതാ അലക്കാനുള്ളതൊക്കെ സോപ്പും പൊടിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഓലപ്പം ഞാനും പോകും കേട്ടോ വെള്ളത്തിൽ കൂടെ. അപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിന് കുറേ ആൾക്കാർ അലക്കി കുളിച്ച് പോണതാണ്. ഇപ്പം എന്താ വെള്ളമില്ലാത്ത അവസ്ഥയൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാവും. വീട്ടിൽ കിണറില്ലായി ജലനിധി വെള്ളമൊക്കെ വരുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വലിയൊരു ആശ്രയം കേട്ടോ നമ്മൾ ഈ ഒരു പുഴ. വെള്ളത്തിൻ്റെ തെളിവ് കണ്ടോ, അതേപോലെ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. അങ്ങനെ കുറച്ച് നേരം ഓലപ്പം നിന്ന് പിന്നെ ഞാൻ എൻ്റെ പണിയെടുക്കട്ടെ വിചാരിച്ച് സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിരുന്നല്ലോ അലക്കാനുള്ളതൊക്കെ. അങ്ങനെ ഒക്കെ അത് അലക്കാണ് കേട്ടോ. അങ്ങനെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ അതാ നമ്മളെ മാംഗോ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുകൊണ്ട്. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മധുരം ആയതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഒരു പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടായിന് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ അല്ലേ, മാങ്ങ എല്ലായിടത്തും എല്ലാ വീടുകളിലും ഉണ്ടാവൂലേ. ഇനിയിപ്പം വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.